രണ്ടാഴ്ചയോളമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ പകലെന്നോ രാവെന്നോ ഇല്ലാതെ തങ്ങളുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റം കുട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന ആരോഗ്യ പ്രവർത്തകർ അവർ കോവിഡ് സമയത്ത് നടത്തിയ സേവനങ്ങൾ എണ്ണമറ്റതാണ്. ആരും ഭയന്ന് വിറച്ച് പുറത്തിറങ്ങാൻ പോലും മടിക്കുന്ന ആ കെട്ടകാലത്ത് പോലും തങ്ങളുടെ ജീവൻ വിലവയ്ക്കാതെ അവർ നടത്തിയ പോരാട്ടമാണ് ഇന്നീ കാണുന്ന കേരളം എന്ന് പറഞ്ഞാൽ അത് ധിക്കരിക്കാനോ അതിനെ തള്ളിക്കളയാനോ ആർക്കും കഴിയില്ല. അങ്ങനെയുള്ള ആശാപ്രവർത്തകരെ ഏറ്റവും കഠിനമേറിയ ജോലികൾ ചെയ്യുന്ന ആരോഗ്യ മേഖലയിൽ അവരുടെ ജോലി സമയം എന്നത് 8 മണിക്കൂറല്ല, അതിന് ശേഷവും ഡേറ്റ എൻട്രി തുടങ്ങിയ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നതിൻ്റെ ഉത്തരവാദിത്തം മാത്രമല്ല, അവർക്ക് മറ്റു ജോലികൾ ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള ഉത്തരവ് നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. അങ്ങനെയുള്ള ആശാപ്രവർത്തകർ അവർ ഒരു ടെൻറ്റ് കെട്ടുമ്പോൾ അതിനെപ്പോലും പൊളിച്ചു മാറ്റുന്ന പിണറായിയുടെ പോലീസിൻ്റെ ആ വൈകൃത മനസ്സിനെയാണ് പാലക്കാട് MLA-യും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊളിച്ചടുക്കിയത്. ഇവരുടെയൊക്കെ പ്രസ്താവന കേൾക്കുമ്പോൾ, അതും വോട്ട് ചോദിച്ചെത്തിയ സഭയിലുള്ള എല്ലാ ജനപ്രതിനിധികളെയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത്, ഓരോരുത്തരും വോട്ട് ചോദിച്ച് വീട്ടിലെത്തുന്നത് സമയം നോക്കിയാണോ എന്ന് സ്പീക്കർ ഷംസീറിനോട് എടുത്തു ചോദിച്ചു. എന്നിട്ട് ഇവർ മാത്രം അവരുടെ നിവേദനം സമർപ്പിക്കാൻ മന്ത്രിയുടെ ഓഫീസിൽ ഓഫീസ് ടൈമിൽ മാത്രമേ ചെല്ലാവൂ എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ് എന്നുള്ള ചോദ്യം ചോദിച്ച് രാഹുൽ മാങ്കൂട്ടം വാസ്തവത്തിൽ ഭരണപക്ഷത്തിൻ്റെ പോലും കയ്യടി നേടിയെടുത്തു എന്നതാണ് സത്യം. പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നും കേരളത്തിലെ അവസാന ഇടതുപക്ഷ സർക്കാരാണിത് എന്നും യാതൊരു തർക്കവുമില്ലാതെ അസന്നിഗ്ധമായി പറയാൻ കഴിയും എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷംസീറിൻ്റെ മുഖത്തു നോക്കി പറഞ്ഞത്. സ്പീക്കറായ N ഷംസീർ ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് സഭയിൽ മുഴുവനായി, അതായത് സഭാ TV-യിൽ മുഴുവനായി കാണാൻ കഴിയുന്നത്. ഓന്ത് പോലും നിറം മാറുമോ എന്ന ചോദ്യം വാസ്തവത്തിൽ ഷംസീറിൻ്റെ കുറിക്ക് കൊള്ളുന്ന രീതിയിലാണ് പറഞ്ഞതെന്ന് വേണമെങ്കിൽ പറയാം. ഗ്രാൻഡ് ഹയാത്തിൽ വെച്ച് കൃത്യമായും ഗ്ലോബൽ മീറ്റ് ഉൾപ്പെടെ നടത്തുമ്പോൾ ആ ഹോട്ടൽ പണിയുന്ന കാലഘട്ടത്തിൽ അതിനെ എതിർത്ത നിങ്ങളുടെ തന്നെ CITU സംഘടനയെക്കുറിച്ച് ഓർത്തു പോവുകയാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചത്. നിങ്ങളുടെ കാര്യം വിചിത്രം തന്നെയാണെന്നും കൃത്യമായും ആശാവർക്കർമാരുടെ ഓണറ്റേറിയം 1000 രൂപയായി പ്രഖ്യാപിക്കുമ്പോൾ പോലും, അതായത് ശ്രീ ഉമ്മൻചാണ്ടി പ്രഖ്യാപിക്കുമ്പോൾ പോലും അന്ന് അവരുടെ വർക്കിംഗ് ടൈം 3 മണിക്കൂറായിരുന്നു. അവർക്ക് മറ്റു ജോലികൾ അത് കഴിഞ്ഞിട്ട് ചെയ്യാം, അവർക്ക് അധികമായ സമ്പാദ്യവും നേടിയെടുക്കാമായിരുന്നു. എന്നാൽ അതിനെയെല്ലാം തകർത്തെറിഞ്ഞു പിണറായി സർക്കാർ ഇവരെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് വെച്ചിരിക്കുകയാണോ? PSC മെമ്പർമാർക്ക് ലക്ഷങ്ങൾ വാരിക്കോരി കൊടുക്കുന്നവർ ഇവരുടെ 232 രൂപ ദിവസവേതനം പോലും ശരിയായ തോതിൽ കൊടുക്കാതെ 3 മാസമായി ശമ്പളം മുടങ്ങിക്കിടക്കുന്നതിനെ കുറിച്ച് മന്ത്രി വീണയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന ചോദ്യം രാഹുൽ മാങ്കൂട്ടം കൈ ചൂണ്ടി മുഖത്തു നോക്കി ചോദിച്ചിരിക്കുക.